ജീവിത പ്രശ്നങ്ങളിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും അഭിമുഖീകരിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും അയച്ചു തരിക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയുന്നതിനായിട്ടാണ് തിരിക്കുന്നത്. ഗ്രഹമാറ്റം പലപ്പോഴും മനുഷ്യന് നന്മയുണ്ടാക്കാം, അതുപോലെ ഗുണദോഷ സമ്മിശ്രമായേക്കാം, ദോഷങ്ങൾ മാത്രമായി മാറിയേക്കാം. ഇതൊക്കെയാണ് വാസ്തവത്തിൽ രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനം സംഭവിച്ചു പോകുന്നത്. ഇവിടെ നമ്മൾ ചൊവ്വ നീചരാശിയിലേക്ക് വന്നു ചേരുകയാണ്. 17 നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷ സമയമാണ്. ആ ദോഷസമയം അറിയിക്കുന്നതിനായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഭൂമിപുത്രനായിരിക്കുന്ന ചൊവ്വ ചന്ദ്രൻ്റെ നിയന്ത്രണത്തിലുള്ള രാശിയായ കർക്കിടകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെയധികം ദുരിതങ്ങളാണ് 17 നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ഈ മാറ്റം ഏപ്രിൽ മാസം 3-ാം തീയതി രാവിലെ 1:56 സംഭവിച്ചതാണ്. ജൂൺ 7 വരെ ചൊവ്വ കർക്കിടകത്തിൽ തുടരും. ഏപ്രിൽ മാസം മുതൽ ജൂൺ 7 വരെ, അതായത് ഇന്ന് ഏപ്രിൽ 3-ാം തീയതി മുതൽ ജൂൺ മാസം 7 വരെ ചൊവ്വ കർക്കിടകത്തിൽ തന്നെ തുടരും. അതായത് കർക്കിടകത്തിലെ ചൊവ്വയുടെ സ്വാധീനം 2 മാസത്തിലധികം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഏപ്രിൽ 3 ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസക്കാലത്തോളം ഇതിൻ്റെ ദോഷം നീണ്ടു നിൽക്കും. നീചരാശി എന്നാൽ ഗ്രഹം ദുർബലമാക്കുന്ന രാശിയാണ്. ഈ കാലയളവിൽ ആ ഗ്രഹത്തിൽ നിന്നുള്ള ഫലങ്ങൾ പ്രതികൂലമായിരിക്കും, പ്രത്യേകിച്ച് ചില രാശികളിൽ ജനിക്കുന്നവർക്ക്. ചൊവ്വയുടെ കർക്കിടക സംക്രമണ കാലയളവിൽ 17 നക്ഷത്രക്കാർക്ക് അപകടങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള നാളുകളാണ് അശ്വതി, ഭരണി, കാർത്തിക. വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. അശ്വതി, ഭരണി, കാർത്തിക നാളുകാരെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗ്യങ്ങൾ വളരെ ഗംഭീരമായി നിലനിൽക്കുന്ന നാളുകളാണ്. പക്ഷേ ആ ഭാഗ്യങ്ങളിൽ സന്തോഷിക്കുമ്പോഴും ദുഃഖങ്ങൾക്ക് ചാൻസ് കാണുന്നത്. കാരണം ആരോഗ്യപരമായ ദുഃഖങ്ങൾ, ശാരീരികമായ വേദനകൾ, കണ്ണിനുള്ള വേദന, ചെവിക്ക് വേദന, പല്ലിന് പ്രശ്നങ്ങളുണ്ടാവുക, അതുപോലെ തന്നെ ഈ ഉദര രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട്. കാൽ വിരലുകൾക്ക് വേദന അനുഭവപ്പെടാം. അങ്ങനെയുള്ള രോഗങ്ങൾ, കാരണം എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഈ രോഗങ്ങളുണ്ടെങ്കിൽ ഉറങ്ങാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് വളരെയധികം ദുരിതപൂർണ്ണമായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പുണർദം, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ധനസ്ഥിതിക്ക് ഒരു നാശമാണ് ഉണ്ടാവുന്നത്. കയ്യിലേക്ക് വരും എന്ന് വിചാരിച്ചിരിക്കുന്ന പണം കയ്യിലേക്ക് വരാതെ ഇരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ടുന്ന പണത്തിന് വാങ്ങാനുള്ളവൻ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വ്യവസ്ഥിതി, അങ്ങനെ വല്ലാത്തൊരു മാനസിക വ്യവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന സാഹചര്യം കൂടുതലായി മാറും. ഇതൊക്കെ 2 മാസ കാലയളവിലേക്കേ ഉള്ളൂ. അല്ലാതെ ദുഃഖം വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് അനാവശ്യമായ പ്രവൃത്തികളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ദുഃഖം അത് വിധിപരമായി വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അത് വന്നു ചേർന്നിട്ട് അതുപോലെ തന്നെ പോയിട്ട് ഭാഗ്യദായകമായ അടുത്ത നിമിഷം നമ്മളിലേക്ക് വന്നു ചേരുമെന്ന് ചിന്തിച്ചോണം. അപ്പോൾ പുണർദം നാളുകാരെ സംബന്ധിച്ചിടത്തോളം, പൂയം, ആയില്യം നാളുകാരെയും സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളൊക്കെ സൂക്ഷിക്കണം. ഈ വേനലവധി കാലമാണ് എന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും ഈ പറയുന്ന ജലാശയങ്ങളിൽ ഉള്ള ആഹ്ലാദങ്ങൾക്ക് പോകാതെ ഇരിക്കുക. അഗ്നി ഭയം, ഇരുമ്പ് തുടങ്ങിയവയുള്ള ഭയം തുടങ്ങിയവ ഉണ്ടാവുക തുടങ്ങിയവയൊക്കെ ഉപയോഗിക്കുന്നതിൽ വളരെയധികം കുറവ് കാണണം. അല്ലാതെ വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടാതിരിക്കുക, തീയിൽ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുക, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ വലുതായി ഉപയോഗിക്കാതിരിക്കുക. ഇതിലൂടെയൊക്കെ അപകടങ്ങൾ വന്നു ചെയ്യാനുള്ള ചാൻസ് പുണർദം, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അടുത്ത മകം, പൂരം, ഉത്രം നാളുകാരാണ്. മകം, പൂരം, ഉത്രം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മാനസിക അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരാനുള്ള ചാൻസ് കൂടുതലാണ്. ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് കേൾക്കും. എത്ര കാര്യങ്ങൾ ചെയ്താലും ചെയ്തില്ല എന്നുള്ളതായിരിക്കും അവർക്ക് കേൾക്കാൻ പോകുന്ന പഴി.
അതുപോലെ തന്നെ മാതൃപിതൃസ്ഥാനീയർക്ക് ദുരിതങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ മകം പൂരം ഉത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളവും കഫജന്യമായ രോഗങ്ങൾക്ക് ചാൻസ് കാണുന്നുണ്ട്, ശിരോരോഗങ്ങൾക്കും ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഈ പറയുന്ന മാനസിക സംഘർഷങ്ങൾ എന്നിവ ഈ രോഗ വ്യവസ്ഥയിൽ വന്നു ചേരുന്ന ഈ ചൊവ്വ നീചരാശിയിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ ഇരിക്കുക. ചിത്തിര ചോതി വിശാഖം നാളുകളാണ് അടുത്തത്. കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾക്ക് സാധ്യത, അതായത് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള വഴക്കുകൾ, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ള ചർച്ചയില്ലായ്മ, സാമ്പത്തികമായ വ്യവസ്ഥയ്ക്ക് ചില അനാവശ്യമായ വർത്തമാനങ്ങളിലൂടെയുള്ള വഴക്കുകൾ, മാനസികമായ ദുഃഖങ്ങളിലേക്ക് കലാശിക്കുന്നതായിട്ടുള്ള നിമിഷങ്ങൾ, അതുപോലെ യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, കയ്യിലുള്ള വസ്തുവകകളൊക്കെ മോഷണം പോയേക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചിത്തിര ചോതി വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രികാലങ്ങളിലെ യാത്ര. അതുപോലെ തന്നെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാൻ ശ്രമിക്കണം. അത് എന്ന് പറഞ്ഞാൽ വിഷജീവികൾ വീടിനുള്ളിൽ സ്ഥാനം പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തീർച്ചയായും അവരുടേതായിരിക്കുന്ന ആക്രമണം ഇല്ലാതെയാക്കാൻ ശ്രമിക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ജലം, അഗ്നി, അതുപോലെ ഇരുമ്പ് തുടങ്ങിയ വ്യവസ്ഥകളിലോടുള്ള ഭയം അനിവാര്യമാണ്. ജലത്തിലേക്കുള്ള അനാവശ്യമായ പോക്ക്, തീയിലേക്ക് അനാവശ്യമായിട്ടുള്ള പ്രവർത്തനം ഒക്കെ വളരെയധികം നിയന്ത്രിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഈശ്വരീയമായ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങുക. പിന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കിട്ടി എന്ന് വിചാരിച്ചിരിക്കും, പക്ഷേ കിട്ടാതെ പോകുന്നൊരു സാഹചര്യം ചൊവ്വയുടെ ചൊവ്വ നീചരാശിയിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനം സംഭവിക്കുന്ന കാര്യമാണ്. 2 മാസത്തേക്ക് മാത്രമാണ്, പിന്നെ അത് മാറിക്കിട്ടും. തീർച്ചയായും നന്മയുടെ നല്ല കാലങ്ങളൊക്കെ നമ്മൾക്കുണ്ട്, പക്ഷേ അത് ചില വ്യവസ്ഥയിൽ മാറ്റപ്പെട്ടു പോകും എന്നുള്ളത് തിരിച്ചറിയുക. അങ്ങനെ മാറ്റപ്പെട്ടു പോകാതിരിക്കാൻ ഈശ്വരീയമായ സവിധങ്ങളിലെത്തി പ്രാർത്ഥനാപൂർണ്ണമായി മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കണം. കൊച്ചു കൊച്ചു വഴിപാടുകൾ, നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെറു വഴിപാടുകളൊക്കെ നടത്തി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ദോഷങ്ങളൊക്കെ ഒന്ന് മാറി, അല്ലെങ്കിൽ ദോഷത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറഞ്ഞ് 2 മാസക്കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും. പൊതുവായിട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങളിൽ പൊതുവായിട്ട്, അതായത് ഈ നാളുകൾക്കെല്ലാം പൊതുവായി സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. പ്രണയബന്ധങ്ങൾ തകർന്നു പോകുന്നതിന് വഴി കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം. വീടിന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായും വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ. ഫുഡ് അലർജി, അതുപോലെ തന്നെ ഫുഡ് പോയിസൺ തുടങ്ങിയവയ്ക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. അടുത്ത് സഹകരിച്ചിരുന്നവർ പിണങ്ങിപ്പോകുന്നത് കാണാം. കോപം നിയന്ത്രിക്കേണ്ടി വരാം. തീർച്ചയായിട്ടും ഈ നാളുകളിൽ 17 നാളുകാരിലും കോപം അതിതീവ്രമായിരിക്കും. അപ്പോൾ അതൊന്ന് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കുന്ന വ്യവസ്ഥിതികളാണ് ഈ കാലയളവിൽ ഉണ്ടാവുന്നത്. വസ്തുതർക്കങ്ങളോ അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളോ വന്നു ചേരാം. വസ്തുക്കച്ചവടം നഷ്ടത്തിലാകും. രേഖകളിൽ ഒപ്പുവയ്ക്കുന്നതിന് മുൻപ് വളരെ സൂക്ഷിക്കണം, വഞ്ചിക്കപ്പെടാം. സ്കിൻ അലർജി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കടബാധ്യത ഉയരാതെ നോക്കണം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ 17 നക്ഷത്രക്കാർക്ക് പൊതുവിലുണ്ടാകുന്ന ചില കാര്യങ്ങളാണ്. ദോഷവശങ്ങൾ മാറിപ്പോകുന്നതിനായി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് വാങ്ങി സമർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം നടത്തുക. ചൊവ്വ മന്ത്രം 108 പ്രാവശ്യം ചൊല്ലുക തുടങ്ങിയവ ഈ 17 നാളുകാർ അനുഷ്ഠിച്ചാൽ സ്വാഭാവികമായും വന്നു ചേരേണ്ടുന്ന ദുരിതങ്ങളൊക്കെ അതിൻ്റെ കാഠിന്യം കുറയുകയോ ചിലപ്പോൾ ഒഴിഞ്ഞു പോവുകയോ ചെയ്തു എന്ന് വന്നേക്കാം. എല്ലാം കൊണ്ടും ഈശ്വര അനുഗ്രഹമാണ് ഇതിനൊക്കെ ഒരു പ്രതിവിധിയായി നിലനിൽക്കുന്നത്. അപ്പോൾ ഈശ്വരനെ സംബന്ധിച്ച് ഈശ്വര സവിധത്തിലെത്തി ആത്മാർത്ഥമായി ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിൽ മുമ്പോട്ട് പോവുക. നമ്മുടെ ദോഷവശങ്ങളും ദുരിതവശങ്ങളും നമുക്ക് പറയാനുള്ളത് ഈശ്വരനോട് മാത്രമാണ്. ദൈവിക സങ്കല്പങ്ങളാണ് തീർച്ചയായും നമുക്ക് അനുഗ്രഹങ്ങൾ തരാനുള്ളത്. മനുഷ്യരെക്കാൾ കൂടുതൽ ഈ പ്രപഞ്ചം നിലനിർത്തുന്ന ആ വലിയ ശക്തികൾ നമ്മളെ എപ്പോഴും അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്.
അവർക്ക് അവരുടെ മുമ്പിൽ നമ്മൾ നമ്മുടെ കഷ്ടതകൾ പറയുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഃഖത്തോടു കൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും എല്ലാ ദുഃഖങ്ങൾക്കും പരിഹാരം കണ്ടെത്താനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.